ഹലോ ഫ്രണ്ട്സ്, മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബബിതേനെയും രോഹിതിനെയും കൂടെ താഴെ വിളിക്കുകയാണ്. എന്നിട്ട് ശിവനും രാജീവനും ഗംഗേട്ടനും കൂടെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇനി നിങ്ങളുടെ ഭാവിയിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ് പറഞ്ഞോ? കടപ്പാടേക്ക് പോകാനാണോ താല്പര്യം, അതോ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത്തും ബബിതയും കൂടെ പറയുക, ഞങ്ങൾ അങ്ങോട്ട് പോകത്തില്ല, ഞങ്ങളിവിടെ നിന്നോളാം. എന്താ കാര്യം പോവാത്ത? അവിടെ ഇപ്പോൾ ആരാ ഉള്ളത്? അമ്മയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അച്ഛനില്ലേ? അച്ഛൻ എന്താ മരിച്ചു പോയോ? മരിച്ചു പോയിട്ടില്ലെങ്കിലും അതുപോലെ ഏകദേശം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അച്ഛൻ. ഇപ്പോൾ പുതിയൊരു മോളും ഉണ്ട്. ഞങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. പിന്നെ നിങ്ങളെ പഠിപ്പിച്ചതും വളർത്തിയതും വലുതാക്കിയതും ഒക്കെ നിങ്ങളുടെ അച്ഛനാണ്. അലീന വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്ന് നിങ്ങൾ പറയുന്നു. അവൾ നിങ്ങൾക്ക് എന്ത് തെറ്റാ ചെയ്തത് പറ. ഇപ്പോഴല്ലേ നമ്മളൊക്കെ അറിഞ്ഞത് ബാലചന്ദ്രൻ്റെ മകളാണ് അലീനയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ വീട്ടിലെ ജോലിക്കാരിയായിട്ട് അവൾ വന്നത്. അപ്പോഴും നിങ്ങൾക്ക് ദേഷ്യമായിരുന്നല്ലോ. അതെന്താ കാര്യം എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ ബബിത പറയാം, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അവളെ, അതുകൊണ്ടാണ്. അത് ശരി, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് എന്താ കാര്യം? അതെനിക്കറിയില്ല. അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇഷ്ടമല്ലാത്തത്. അവളുടെ ഒരു ഓവർ കെയറിങ്ങും അതും ഇതും. രോഹിത്തെ, നീ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. നിങ്ങളുടെ അച്ഛനാണ് നിങ്ങൾക്ക് വലുതായിട്ട് കാണണം, അച്ഛനും അമ്മയും. അതുപോലെ ഇപ്പോൾ എത്ര കാലം നിങ്ങൾക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും? ഇത് അങ്കിളിൻ്റെ വീടല്ലേ, അവർ നിങ്ങൾക്ക് എത്ര കാലം നിങ്ങൾക്ക് ചിലവിന് തരും? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തിരിച്ചു പോകണം. പിന്നെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ മോശം പറയരുത്. പിന്നെ അച്ഛനും അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത വിഗ്രഹങ്ങളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്, ആരും വിചാരിക്കരുത്. അവരും നിങ്ങളെപ്പോലെ കുട്ടിയായിട്ട് വളർന്നും വലുതായും ഒക്കെ ആയിട്ട് പക്വതയുള്ള ഒരു ആൾക്കാരായത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ കൂടെ വരുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിങ്ങളെന്താ ഈ പ്രായം കഴിഞ്ഞു മുതിർന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യാത്തവരാണോ? ഇതുപോലെ ആയിരിക്കും അന്ന് അവരും. അദ്ദേഹത്തിന് ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, കണ്ടു, അങ്ങനെ ഒരുമിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യം കിട്ടി, ജീവിച്ചു, അതിലൊരു കുട്ടിയുണ്ടായി. കാലങ്ങൾക്ക് ശേഷമാണ് അറിയുന്നത് അത് അനാഥാലയത്തിലാണെന്നും അങ്ങനെ അതിനെ തിരിച്ചു കൊണ്ടുവന്നും. അതിന് നിങ്ങൾ അച്ഛനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ വേണ്ടത്. പക്ഷേ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനൊന്നും പറ്റില്ല അങ്ങളെ, ഞങ്ങൾക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾ തിരിച്ചു പോകണം, ഇനി ഇവിടെ നിൽക്കരുത്. അപ്പോൾ ഉടനെ രോഹിത് പറയാണ്, ഞങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നതേ ഇവിടെ ശിവമംഗളാണല്ലോ, ശിവനങ്ങൾ പറയട്ടെ ഞങ്ങൾ പോകണോ വേണ്ടേന്ന്. ശരി, എന്നാൽ ശിവനങ്കളിനോട് തന്നെ ചോദിക്കാം. അങ്ങനെ രാജീവൻ തിരിഞ്ഞ് നോക്കിയിട്ട് പറയണ, ശിവ, നീ ഇവർക്ക് കാലാകാലം അല്ലെങ്കിൽ പോട്ടെ ഒരു 5 വർഷമെങ്കിലും സ്ഥിരമായിട്ട് ഇവർക്ക് ഇവിടുത്തെ ചിലവെല്ലാം ചെയ്യുമോ നീ? കാരണം ഏകദേശം ഒരു 5 വർഷത്തോളം അവിടെ അലീന വീട്ടിൽ അവിടുന്ന് മാറ്റി താമസിപ്പിക്കാൻ ബാലചന്ദ്രന് തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ ഇവർ അത്രയും വർഷവും അവിടെ പോവില്ലല്ലോ. അപ്പോൾ ഇവരിവിടെ തന്നെയല്ലേ നിൽക്കുകയുള്ളൂ. ഈ 5 വർഷക്കാലം ഇവരുടെ പഠിപ്പ്, പിന്നെ ഫീസ്, പിന്നെ ഡ്രസ്സ്, ചിലവ്, ഭക്ഷണം ഇതെല്ലാം ശിവൻ വഹിക്കുമെന്ന് ചോദിക്കും. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, ഇല്ല, എനിക്കതിനൊന്നും പറ്റത്തില്ല എന്ന്. എന്നാൽ പിന്നെ കമലോട് ചോദിക്കാം, കമലേ, ഈ 5 വർഷം നിനക്ക് ഇവർക്ക് വച്ച് വിളമ്പി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അങ്ങനെ ചോദിച്ചാൽ അപ്പോൾ ശിവൻ പറയാ, ഏറ്റാൽ പിന്നെ നീ അതിൽ നിന്ന് മാറരുത്, അത് തന്നെ ചെയ്തേക്കണം. അയ്യോ, എനിക്കങ്ങും പറ്റത്തില്ല എന്ന് കമല പറയാട്ടോ. അതോടുകൂടി ബബിതയും രോഹിത്തും വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. കേട്ടല്ലോ പറഞ്ഞത്, അവരാരും കാലാകാലം നിങ്ങളെ നോക്കില്ല. നിങ്ങൾക്ക് സേഫായിട്ടുള്ള സ്ഥലം നിങ്ങളെ വീട് തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ തിരിച്ചു പോകണം. അമ്മയില്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. ഇല്ലെങ്കിൽ അലീനെ അവിടുന്ന് മാറ്റണം. ഞങ്ങൾക്ക് ഇഷ്ടമല്ല അവിടെ, അവളെയും ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. എന്തൊക്കെ തന്നെ ആയാലും ഞങ്ങളിപ്പം നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. 2-3 ദിവസങ്ങൾക്കകം ഞാനും നിങ്ങളുടെ ശിവനങ്ങളും രാജീവനങ്ങളും ഒക്കെ പല വഴിക്ക് പോവും. പിന്നെ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് പറയണത്, ആലോചിച്ച് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുത്തോ. കേട്ടല്ലോ, എനിക്കിത്രയേ പറയുവാനുള്ളൂ. പിന്നെ നിൻ്റെ അമ്മ കാണിച്ചതും അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും അല്ല. നിൻ്റെ അച്ഛൻ കാരണമാണ് നിൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ വരുന്നതെന്ന് പറയുന്നു. അച്ഛൻ കാരണമല്ല അമ്മയ്ക്കിത് വന്നത്. അതിൻ്റെ അർത്ഥം ശരിക്കും എന്താണെന്നറിയോ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുന്തളിപ്പെന്നാണ്. കാര്യം പാതിരാത്രി 1 മണി 2 മണിയാകുമ്പോൾ കാറും എടുത്ത് ആരോടൊന്നും പറയാതെ തന്നിഷ്ടത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒരു ആപത്തും വരുത്തി വെച്ചു. അത് അഹങ്കാരമല്ലേ? അച്ഛൻ എന്തോ പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടാണ് എൻ്റെ അമ്മ പോയത്. നീ കേട്ടോ? നീ കണ്ടോടി? നീ കണ്ടതുപോലെയാണോ നീ പറയുന്നത് എന്ന് രാജീവൻ അങ്ങോട്ട് വഴക്ക് പറയാണ് ബബിതേനെ നാക്കങ്ങ് താന്നുപോയി. ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. അങ്ങനെ അവരത് ആലോചിക്കാൻ വേണ്ടി നേരെ മുറിയിലേക്ക് ചെല്ലാണ്.
കൂടെ ഹരിയുണ്ട്. മൂന്ന് പേരും കൂടെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ബബിതയും രോഹിത്തും കട്ടായത്തിൽ പറയുന്നുണ്ട്, ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല അങ്ങോട്ട്, എനിക്ക് വയ്യ, ഇനി നാണം കെട്ടി തിന്ന് തല താഴ്ത്തി കയറാനായിട്ട്. അപ്പോൾ കമല വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ട് സങ്കടം പറയണത്? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ചാടിക്കയറി ഇന്ന് പോകണമെന്നൊന്നുമല്ലല്ലേ പറഞ്ഞത്, ആലോചിക്കാനല്ലേ പറഞ്ഞത്. ആലോചിച്ച് തീരുമാനിച്ചിട്ട് പോയാൽ മതി. അതെ കമല ആൻറ്റിക്ക് ഞങ്ങളിവിടെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ? ഓ എനിക്കൊരു വിഷമമില്ലെന്നേ, നിങ്ങൾ നിന്നോ, നിങ്ങൾ പെട്ടെന്നൊന്നും ചാടിക്കയറി പോകണ്ട, ആലോചിച്ചിട്ട് പോയാൽ മതി. പിന്നെ അതുമില്ല, ഹരി പറയാണ്, ലീന അവിടെ നടുവിനിട്ടൊരു ചവിട്ട് കൊടുക്കാൻ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ, അഹങ്കാരി. അവളെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവളുടെ മോന്ത കാണണം, നാണം കെട്ട് ഇറങ്ങിപ്പോയത്. നിങ്ങളൊക്കെ ചേർന്നല്ലേ ഞങ്ങളിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടായല്ലോ എന്നവർ രണ്ടുപേരും കൂടെ പറയണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കമല പുറത്ത് നിന്ന് നമ്മുടെ സുനന്ദയും അതുപോലെ തന്നെ സുലോചനയൊക്കെ വിളിക്കുന്നുണ്ട് കമലേനെ. കാരണം എന്നും സുലോചനയാണ് വൈജയ്ക്ക് കൂട്ടിരിക്കുന്നത്. ഒന്ന് മാറി നിന്നാൽ അവർക്കും ഒരു ആശ്വാസമാവും. കമലയുണ്ട്, കമലയുടെ മോളുണ്ട്, വൈജയുടെ മോളുണ്ട്, ഇവരാരും ഹോസ്പിറ്റലിൽ ചെന്ന് നിൽക്കുന്നില്ല. അതുകൊണ്ട് പരിഭവം പറയുകയാണ്. കമല ഒരു ഹോം നേഴ്സിനെ വല്ലതും നിർത്താം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യേ? അലീനയാണെങ്കിൽ അവിടെ പോയി നിൽക്കുന്നത് വൈജിക്കൊട്ടി ഇഷ്ടമല്ല. ഇതും കേട്ടോണ്ടാണ് കേട്ടോ മനു വരുന്നത്. അങ്ങനെ മനുവിനോട് ഈ പരാതിയൊക്കെ പറയുമ്പോൾ മനു പറയണ്ട, അമ്മയ്ക്കൊന്ന് പോയി നിന്നൂടെ, അല്ലെങ്കിൽ ഇവിടെ രഞ്ജിത ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബബിത ഉണ്ടല്ലോ, അയ്യോ അവർക്ക് കോളേജിൽ പോകണ്ടേ, ട്യൂഷനൊക്കെ പോകണല്ലേ, പിള്ളേരല്ലേ, ഹോസ്പിറ്റലിൽ പോയി നിന്നാൽ പറ്റുമോ? എന്താ പറ്റത്തത്? വേണമെന്നുണ്ടെങ്കിൽ പറ്റും. പിന്നെ അമ്മ കടപ്പാട്ടൊക്കെ ഓടി ചെല്ലുന്നുണ്ടല്ലോ, അവിടെ കുറ്റവും നുണയും ഒക്കെ പറയാൻ, അവിടെ ഉള്ളവർ അടിച്ചിറക്കാനൊക്കെ, അതിനൊക്കെ അമ്മയ്ക്ക് സമയമുണ്ടല്ലേ. ഒരു ദിവസം ആശുപത്രിയിൽ പോയി നിൽക്കാൻ അമ്മയ്ക്ക് സമയമില്ല. എടാ നീ രാവിലെ എന്നോട് ഉടക്കല്ലേ എന്നും പറഞ്ഞാൽ അവർ ചെറുതായിട്ടൊന്നും ഉടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിയെ കാണാനായിട്ട് മനു ചെല്ലുവാണ്. മുത്തശ്ശിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് മനുവിനെ കാണുമ്പോൾ. അപ്പോൾ മനു ആണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്, വൈജയ്ക്ക് കൂട്ടിരിക്കാനായിട്ട് ആരുമില്ല, അമ്മ ചെറിയ പിണക്കത്തിലാണ്, അമ്മയ്ക്ക് പോവാനും വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പറയുന്നത്, ഇവിടെ എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക്, സുഖമാണോ? എന്ത് സുഖം, എൻ്റെ ആൺമക്കൾ ഇവിടെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് കുഴപ്പമില്ല. ഇനി ഇവരൊക്കെ പോയി തുടങ്ങുമ്പോൾ കമലയുടെ ഭരണം അങ്ങോട്ട് തുടങ്ങുമല്ലോ. അമ്മായിയമ്മ പോരങ്ങോട്ട് എടുക്കണം. ഞാനോ? ഒന്ന് പോടാ എണീറ്റ്. അതൊക്കെ പോട്ടെ. മുത്തശ്ശിക്ക് തിരിച്ച് കടപ്പാട്ടേക്ക് പോകണമെന്നുണ്ടോ? അവിടെ അലീനയുണ്ടല്ലോ. അവളുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും നടന്നേനായിരുന്നു. അതാ ചോദിച്ചത്, തിരിച്ച് പോകണോ? ഞാനിനി പോയാൽ ശരിയാവോ? അവളെ കുറ്റപ്പെടുത്തിയില്ല ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട്, അതിൻ്റെ ദേഷ്യം ഉണ്ടാവില്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി അവളുടെ സൈഡിൽ നിന്ന് തന്നെ പറയും. അതിൻ്റെ പേരും പറഞ്ഞ് അലീന മുത്തശ്ശിയോട് പിണങ്ങത്തൊന്നുമില്ല. വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. എടാ ബാലചന്ദ്രൻ്റെ മകളല്ലേ അവള്, പിന്നെ ഇപ്പോൾ അവള് ജോലിക്കാരിയല്ല, വീട്ടിൻ്റെ ഉടമസ്ഥയല്ലേ. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി അവൾക്ക്. പിന്നെ എന്തൊക്കെ കിട്ടിയാലും അവൾക്ക് ഒരു അത്യാഗ്രഹവും ഒന്നുമില്ലാത്തൊരു പെങ്കൊച്ച, അത് മുത്തശ്ശിക്ക് അറിയാഞ്ഞിട്ടാ. എനിക്കറിയാടാ അവളെ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നും തീരുമാനിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ അന്ന് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി താഴെ ഇറങ്ങി വരുന്നുണ്ട്. അഴിയന്മാർ രണ്ടുപേരോടും ഉപദേശം കൊടുക്കുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും പോയതിന് ശേഷം ഗംഗേട്ടൻ പോയാൽ മതിയായിരുന്നു. അതെന്താടാ? എന്തോ നമ്മളിവിടെ ഒറ്റയ്ക്കിട്ടിട്ട് ഏട്ടൻ പോകുന്ന പോലെ, ഒഴിഞ്ഞു പോകുന്ന പോലെ തോന്നണം. അങ്ങനെ വിചാരിക്കണ്ട, നമുക്ക് എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആർക്കും അങ്ങനെ വൈജയുടെ കാര്യം ഇട്ടിട്ട് പോകാനൊന്നും കഴിയില്ല. പിന്നെ ഒരു കണക്ക് നോക്കിയാൽ പാവം ബാലചന്ദ്രനും അലീനയുമാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്. അവർക്കാണ് നീതി കിട്ടേണ്ടതും കിട്ടാതെ പോയതും. നമ്മൾ അവരുടെ കൂടെ നിൽക്കണം, അതാണ് വേണ്ടത്. പിന്നെ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇത്തിരി ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ അഹങ്കാര വർത്തമാനം തുടങ്ങും. അതാണ് കാര്യം. അത് നിങ്ങൾ നിലനിൽക്കി നിർത്തണം. അതിനെന്താ വഴി ഏട്ടാ എന്നിങ്ങനെ ഗംഗാധരനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഇപ്പം തന്നെ വൈജയുടെ ആശുപത്രിയിലെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നത് ബാലചന്ദ്രനാണ്, എല്ലാ കാര്യവും. അപ്പോൾ അവന് വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിൽ നോക്കുമോ? നമ്മളാണെങ്കിൽ നോക്കൂടാ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ബാലചന്ദ്രന് സപ്പോർട്ട് കൊടുക്കണം, വൈജയുടെ നാക്കടക്കി നിർത്തണം, അതാണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചേ പറ്റുള്ളൂ. വൈജയുടെ അഹങ്കാരം കുറയാതെ ഇത് മുന്നോട്ട് പോകാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഇവർ പറയണം. അത് കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഇടയ്ക്കൊന്ന് വന്ന് അന്വേഷിക്കണം. പിന്നെ വൈജ നിങ്ങളോട് വീണ്ടും കുറ്റങ്ങളും കുറവുകളും പരാതികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ബാലചന്ദ്രനെക്കുറിച്ചും അലീനെക്കുറിച്ചും. ഇതെല്ലാം നിങ്ങൾ കേൾക്കണം, അവഗണിക്കരുത്. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുക. ഇത് കേട്ട് ബാലചന്ദ്രനെയോ അലീനെയോ വിമർശിക്കാനല്ല പോവേണ്ടത്. നമ്മൾ അവർക്ക് പൂർണ്ണ സപ്പോർട്ട് ഒരു വശത്തൂടെ കൊടുക്കുകയും വേണം. വൈജ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് അവരുടെ കൂടെ നിൽക്കുകയും വേണം. രണ്ട് സൈഡിൽ നമ്മൾ ആളുണ്ടെന്നുള്ള രീതി അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ശരി, എന്നാൽ പിന്നെ ഞാൻ പോകുന്ന വഴി. അങ്ങനെ ഗംഗാധരൻ പോകുന്ന വഴിക്ക് തന്നെ കടപ്പാട്ടേക്ക് കയറി ബാലചന്ദ്രനുമായിട്ട് എല്ലാം സംസാരിച്ചിട്ട് തന്നെ പോവുള്ളൂ എന്ന് അനിയന്മാർക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെയാണ് എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്